ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്, വീക്ക്ലി കറണ്ട് അഫേഴ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നമ്മളുടെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസ്? എന്താണ് അതിന്റെ പ്രത്യേകത? സംസ്ഥാനത്തെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പിനും അതുപോലെ തന്നെ എന്റർപ്രണേഴ്സിനും ഒക്കെ എന്താണ് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ് അല്ലെ. അപ്പൊ സംസ്ഥാനത്തെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ്? ഫ്യൂസലേജ് ഇന്നോവേഷൻസ് ആണ് അല്ലെ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, ഗ്രാമസഭാ യോഗങ്ങളുടെ ഘടനാപരമായ മിനിറ്റ്സ് സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച AI പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സഫാസാർ അല്ലെ. AI ആണ്. അതെന്താണ്? ഒരു AI ആണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഭരണനിർവഹണം മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ് സഫാസാർ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഭരണ നിർവഹണം മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നതാണ് അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 112 എന്ന് പറയുന്നത്, 112 അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അടിയന്തരമായിട്ടുള്ള സഹായം. അപ്പൊ കേരള സർക്കാരിന്റെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നെയാണ് 112 എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. സംസ്ഥാനത്തെ മികച്ച സ്റ്റാർട്ടപ്പിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്യൂസലേജ് ഇന്നോവേഷൻസ്. ഗ്രാമസഭാ യോഗങ്ങളുടെ ഘടനാപരമായ മിനിറ്റ് സൃഷ്ടിക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച AI പ്രവർത്തിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സഫാസാർ. അതുപോലെ അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? 112 ആണ്. ഓക്കെ അല്ലേ. ഇനി അതുപോലെ നോക്കിക്കേ, സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? പുറത്തൂർ GUPS മലപ്പുറം സ്കൂളിലാണ് കേട്ടോ. അപ്പൊ സർക്കാർ സ്കൂളിൽ ആദ്യത്തെ AI റോബോട്ടിക് ലാബാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലായിട്ട് ആദ്യത്തെ AI അല്ലെ, ആദ്യത്തെ AI റോബോട്ടിക് ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഏത് സ്കൂളിലാണ്? പുറത്തൂർ സ്കൂളിലാണല്ലേ. ഓക്കെ. അടുത്തത്, കൃഷി വകുപ്പിന്റെ കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? താനാളൂർ കൃഷിഭവനാണ്. എവിടെയാണ് വരുന്നത്? മലപ്പുറം ജില്ലയിലെയാണല്ലേ അല്ലേ. ഓക്കെ ആണല്ലോ. യെസ്. അടുത്തത്, JP സേനാനി പെൻഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? അത് ബീഹാർ ആണ്. ബീഹാർ. അപ്പോ സർക്കാർ സ്കൂളിൽ ആദ്യത്തെ AI റോബോട്ടിക്സ് ലാബ് പ്രവർത്തിക്കുന്നത് പുറത്തൂർ ആണ്. അതുപോലെ കൃഷി വകുപ്പിന്റെ കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച കൃഷിഭവനുള്ള സ്മാരകം താനാലൂർ കൃഷിഭവനാണ്. JP സേനാനി പെൻഷൻ പദ്ധതി ആരംഭിച്ചത് ബീഹാർ ആണ് അല്ലെ. ഓക്കെ. ഇനി അടുത്തത്, റോക്കറ്റ് ഫോഴ്സ്. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? റോക്കറ്റ് ഫോഴ്സ് അല്ലെ. അപ്പോൾ റോക്കറ്റ് ഫോഴ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിക്കുന്ന രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. ഓക്കെ. അപ്പോൾ റോക്കറ്റ് ഫോഴ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യമാണ്? പാകിസ്ഥാൻ ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ലിറ്ററസി റേറ്റിലാണെങ്കിലും അല്ലെ, ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയുള്ള പെൺകുട്ടികൾ ഉള്ളതാണെങ്കിലും ഒക്കെ എവിടെയാണ്? അത് നമ്മളുടെ സ്വന്തം കേരളത്തിലാണ്. അല്ലാതെ എവിടെയാണ്? നമ്മളുടെ സ്വന്തം കേരളത്തിലാണ് അല്ലെ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡൽഹൌസ് മൗണ്ടൻ ബൈക്കർ ആരാണ്? ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനിസ ലമേറ. എവിടത്തെക്കാരിയാണ്? മേഘാലയക്കാരിയാണ് അല്ലെ. അപ്പോ പാകിസ്ഥാൻ എന്താണ്? റോക്കറ്റ് ഫോഴ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എവിടെയാണ്? കേരളമാണ്. അതുപോലെ അനിസ ലാമേറ മേഘാലയക്കാരി. എന്താ പ്രത്യേകത? യെസ്, രാജ്യത്തെ ആദ്യത്തെ വനിതാ ഡൽഹൌസ് മൗണ്ടൻ ബൈക്കറായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്,
2025 ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റിൽ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രഡ് കീഴടക്കിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പർവ്വതാരോഹകനാണ് കബക് യാനോ. ആരാണ്? കബക് യാനോ. ഓക്കെ, ആരാണ് കബക് യാനോ? ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗോരഖ്പൂരാണ്. അപ്പൊ ഗോരഖ്പൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഗോരഖ്പൂറിലാണ്. ഇനി ബോബ് സിംസൺ. എന്താണ് ബോബ് സിംസന്റെ പ്രത്യേകത? 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആൻഡ് കോച്ചുമായിട്ടുള്ള വ്യക്തിയാണ് ബോബ് സിംസൺ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 കേരള ക്രിക്കറ്റ് ലീഗ് ടീമിന്റെ ചിഹ്നങ്ങൾ ആരൊക്കെയാണ്? വീരുവിനെയും ചാരുവിനെയും കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ആനക്കുട്ടിയും ഒരു പക്ഷീനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 പേരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണത്? ഒരാള് വീരു, ഒരാൾ ആരാണ്? ചാരു ആണ് അല്ലെ. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, 2025 കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? മോഹൻലാൽ ആണ്. 2025 കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? മോഹൻലാൽ. അതുകൂടാതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു തരട്ടെ. മൃതസഞ്ജീവനി എന്ന ഒരു പദ്ധതി ഉണ്ട് കേരള ഗവൺമെന്റ്. എന്താണത്? മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ അവയവദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആരുടെ? കേരള ഗവൺമെന്റിന്റെ മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് PSC ചോദിച്ചു കാണാറുണ്ട്. ആരാണ്? അതും മോഹൻലാൽ തന്നെ. ഇനി അടുത്തത് പാനിപ്പത്ത്. എന്താ പ്രത്യേകത? പാനിപ്പത്ത് യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? യെസ്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? അത് പാനിപ്പത്തിലാണ്. ഓക്കെ, പാനിപ്പത്ത്. ഇനി IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്താണ് കട്ടാക്കട. എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇപ്പൊ 2025 കേരള ക്രിക്കറ്റ് ലീഗ് ടീമിന്റെ ചിഹ്നമാണ് വീരുവും ചാരുവും. 2025 കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? പാനിപ്പത്താണെന്ന് പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്ത് എവിടെയാണ്? കട്ടാക്കടയാണ്. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ. 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? അത് ചാന്താണ്. ഓക്കെ, 12ാമത് പുരുഷ ഏഷ്യ കപ്പിന്റെ ഹോക്കിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? അത് ചാന്താണ്. ഓക്കെ അല്ലേ? അടുത്തത് 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ബീഹാർ ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 12ാമത് ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ചാന്താണ് അല്ലെ? ചാന്താണ്. അതുപോലെ തന്നെ 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദിയാവുന്നത് ബീഹാർ ആണ്. ഓക്കെ, അടുത്തത് 2036 ശുക്രനെ വീണ്ടും സന്ദർശിക്കുന്നതിനായി റഷ്യ ആരംഭിക്കുന്ന ദൗത്യമാണ് വെനീറ ഡി ഇന്റർപ്ലാനറ്ററി എന്ന് പറയുന്നത്. എന്താടാ? വെനീറ ഡി ഇന്റർപ്ലാനറ്ററി ആരുടേതാണ്? റഷ്യയുടേതാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ആരുടേതാണ്? റഷ്യയുടേതാണ്. നോക്കിക്കോ. അടുത്തത് ഓസ്ട്രേലിയൻ അണ്ടർ-19 ടീമിൽ സെലക്ഷൻ ലഭിച്ച മലയാളി താരമാണ് ജോൺ ജെയിംസ്. ഓക്കെ, അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ വെബ് സീരീസിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരെയാണ്? നിമിഷ സജയനെയാണ്. ആരെയാണ്? നിമിഷ സജയനെയാണ് കേട്ടോ. അപ്പൊ ഓസ്ട്രേലിയയിൽ അണ്ടർ-19 ടീമിൽ സെലക്ഷൻ ലഭിച്ച മലയാളി താരം ജോൺ ജെയിംസ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ വെബ് സീരീസ് വിഭാഗത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരെയാണ്? നിമിഷ സജനെയാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വയോരക്ഷ, വയോമധുരം, അതുപോലെ തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉണ്ട്. സ്കീംസ് ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ അത് പഠിക്കാനുണ്ട്. അപ്പൊ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി
സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് വയോരക്ഷയാണ്. ഓക്കെ, വയോരക്ഷ. ഇനി 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത് മനീക വിശ്വകർമ്മയാണ്. ഓക്കെ, മനീക വിശ്വകർമ്മ. 2025 നടക്കുന്ന ക്രൂയിസ് ടൂറിസം സമ്മേളനം എന്താണ്? വാട്ടർ വേസ് ടു വണ്ടർ. വേദിയാവുന്നത് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ വാട്ടർ വേസ് ടു വണ്ടറിന്റെ വേദി 2025 എന്താണ്? മുംബൈ ആണ്. നെക്സ്റ്റ്, ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ബസലിക്ക പദവിയിലെ ഉയർത്തപ്പെട്ട അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കുവൈറ്റിലാണ് കേട്ടോ. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിമുകളുടെ വേദിയാണ് ബെയ്ജിംഗ്. പൂർണ്ണമാവും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? ഡൽഹി നിയമസഭയാണ്. ഓർത്തുവെച്ചോളുക. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിമുകളുടെ വേദി ബെയ്ജിങ്ങും പൂർണ്ണമായും സൗരോർജത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? അത് ഡൽഹി നിയമസഭയാണ് കേട്ടോ. ഇനി 2025 വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 2025 കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചിയിലാണ്. ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമായി കാണ്ട്ല തുറമുഖം മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ആന്റി ഡ്രോൺ സംവിധാനം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രമാണ്. എവിടെയാണ് വരുന്നത്? ഒക്കൽ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ നോക്കിയോളൂ, 2025 കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി കൊച്ചിയാണ്. ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമായി കാണ്ട്ല തുറമുഖം മാറിയിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രമാണ്. നെക്സ്റ്റ്, അഗ്നി 5 എന്താ? അടുത്തിടെ ഒഡീഷയിൽ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക്സ് മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഏതാണ്? അഗ്നി 5 ആണ്. 2025 പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡ് മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് സലയാണ്. ആരെയാണ്? മുഹമ്മദ് സല. 2025 പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്ന പുരുഷ താരമാരാണ്? മുഹമ്മദ് സലയാണ് കേട്ടോ. നിർദ്ദിഷ്ട 700 മെഗാവാട്ടിന്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരാണ്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അടുത്തിടെ ഒഡീഷയിൽ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. 2025 പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് സലയാണ്. മുഹമ്മദ് സല. നിർദ്ദിഷ്ട 700 മെഗാവാട്ടിന്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. അടുത്തത്, ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ഷൂട്ടിംഗ് താരം എളവേണിൽ വാളറിവനാണ്. അതുപോലെ 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിന്റെ പണനയ സമിതി മോണിറ്ററി പോളിസി എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായതാരാണ്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യയാണ്. ആരാണ്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. 2025 ബഹിരാകാശ ദിന പ്രമേയം എന്താണ്? ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. അപ്പോൾ ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന നമുക്കറിയാം ആര്യഭട്ട തുടക്കം മുതലുള്ള ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആണ്. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തിൽ എത്തിച്ച ISROയുടെ പവർ എന്തായിരുന്നു? ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുവരെ എന്താണ് 2025 ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട സെലക്റ്റഡ് ആക്കിയിട്ടുള്ള വീക്ക്ലി കറണ്ട് അഫേഴ്സ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് നമ്മൾ ലൈവായിട്ട് കറണ്ട് അഫേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ്
അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചാനൽ വഴി നൽകുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളായ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പുതിയ പോസ്റ്റിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക്